ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫ്ലൈയിങ് വിൻസ്. ഇന്ന് നമുക്ക് ക്രാഫ്റ്റ് വീഡിയോയിൽ ചെയ്യാൻ പോണത് സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോയിൽ എന്തൊക്കെ തിങ്സാണ് വയ്ക്കുന്നത്, ഞാൻ എന്തൊക്കെ തിങ്സാണ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളത്, അതേപോലെ എന്തൊക്കെ തിങ്സാണ് ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തിട്ടുള്ളതെന്നാണ് നോക്കാൻ വന്നത്. അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചത് നോക്കാം. ഫർ ക്ലോത്ത് ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഫ്ലവേഴ്സ്, സെറ്റ് ഓഫ് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. സിംഗിൾ പീസസ് ആയിട്ടും വാങ്ങിച്ചിട്ടുണ്ട്. റിബൺസ് വാങ്ങിച്ചിട്ടുണ്ട്. A4 സൈസിലുള്ള ഒരു ഷീറ്റ്, നെസ്റ്റ്, ഫോട്ടോ ഹോൾഡർ, മിനി ബോട്ടിൽസും മിനി സ്റ്റാർസ് ഉണ്ടായിരുന്നു. ലൈറ്റ്സ് വാങ്ങിച്ചിരുന്നു. ഇത് 50 രൂപയായിട്ടുള്ളൂ. ഫോൺ ഹോൾഡർ വാങ്ങിയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അൺബോക്സിങ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, വേണ്ടവർക്ക് യൂട്യൂബ് ചാനൽ കയറി കാണാം. നെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് ചെറിയ പൈസയായിട്ടുള്ളൂ, 1 മീറ്ററിന് 20 രൂപയായിട്ടുള്ളൂ. മെഴുകുതിരി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പൂച്ചക്കുടിയുടെ സെറ്റ്, ബർത്ത്ഡേ സ്റ്റിക്ക്. ആമസോണിൽ നിന്നൊരു വാൾപേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി നമുക്ക് ഞാൻ എന്തൊക്കെയാണ് വീട്ടിൽ നിന്ന് ചെയ്തെടുത്തിട്ടുള്ളതെന്നുള്ളത് നോക്കാം. ഇത് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് ഡ്രസ്സിനൊക്കെ കിട്ടുന്ന പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്ലവേഴ്സ് കളർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തത്. ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ഒരു സ്റ്റാൻഡ് പോലെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിൽ മിൽക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ നിന്ന് തരുമല്ലേ ഒരു ഗ്ലാസ്, ആ ഗ്ലാസ്സാണിത്. ഗ്ലാസ് പൊട്ടിയപ്പോൾ ഷോപ്പുകാർ എനിക്ക് തന്നതാണ്. അങ്ങനെ 2 ഗ്ലാസും പിന്നെ അതിൻ്റെ താഴെയുള്ള സ്റ്റാൻഡും ആയിട്ടാണുള്ളത്. അത് നന്നായിട്ട് പോളിഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഫോട്ടോ വയ്ക്കാനായിട്ടുള്ള ഒരു ഹോൾഡറായിട്ട് തന്നെ, അത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തതാണ്. പിന്നെ ലവ് എന്നുള്ള 4 കട്ടകളും പിന്നെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഒരു സ്റ്റാച്യു. അതേപോലെ ജ്യൂസ് ഗ്ലാസിൻ്റെ താഴത്തെ ഭാഗം പൊട്ടിയതിന് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇതുപോലെ മഞ്ചാടിയും പിന്നെ മുത്തൊക്കെ ഇട്ട് വയ്ക്കാം വീഡിയോ എടുക്കുന്ന സമയത്ത്. ആൻറ്റിക് ലുക്കിലുള്ള ബുക്കായിരുന്നു ഇത്. എടുക്കാത്തത് കൊണ്ട് അങ്ങനെ കളറൊന്നും മാറിയിട്ടുണ്ട് ഫ്രണ്ടിലത്തത്. 2 മയിലുണ്ടായിരുന്നു കപ്പിൾസ് ആയിട്ടുള്ളത്. അത് വീഡിയോയിൽ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ നെസ്റ്റ് ഉണ്ടായിരുന്നു, വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സ്റ്റിക്ക്, സ്പ്രേയുടെ ബോട്ടിൽ, ഹോം മെയ്ഡ് പേപ്പർ ഉണ്ടായിരുന്നു. അത് ഞാൻ തന്നെ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, വേണമെന്നുള്ളവർക്കൊന്ന് കയറി കാണാം. അതിനെ ഞാൻ താങ്കിങ് കാർഡായിട്ട് യൂസ് ചെയ്യാനും കൂടിയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ബോക്സ് ചെയ്തിട്ടുണ്ട്, അതിലിങ്ങനെ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഒരു പാരീസിൻ്റെ സ്റ്റാച്യു ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുത്തതിൻ്റെ അകത്തു നിന്ന് എടുത്തു വെച്ചതായിരുന്നു, പാരീസിൻ്റെ സ്റ്റാച്യൂസൊക്കെ. പിന്നെ ഫോട്ടോ ഹോൾഡർ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ ആദ്യമായിട്ട് കടയിൽ നിന്ന് പറഞ്ഞ് ചെയ്ത് വാങ്ങിച്ചത്. പിന്നെ ത്രെഡിനെ കൊണ്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരിതാണ്, ഫോട്ടോസൊക്കെ ഇങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് റൗണ്ട് വുഡൻ പീസിൻ്റെ ആ ഒരു മെറ്റീരിയൽ പോലെ ചെയ്തെടുത്തിരിക്കുകയാണ്. സൈഡായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് മുളയുടെ സ്റ്റിക്സ് ഉണ്ടായിരുന്നു. പിന്നെ ലാമ്പ് വയ്ക്കാനുള്ള ഒരു ലാമ്പ് ഹോൾഡർ. ഫസ്റ്റത്തത് നല്ല വലുതാണ്, അതിനുശേഷം ചെറുതുണ്ടാക്കി. പിന്നെ കിണ്ടിയും പിന്നെ കൃഷ്ണൻ്റെ വിഗ്രഹം. കൃഷ്ണൻ്റെ വിഗ്രഹം ഇങ്ങനെ അകത്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത് പോലെ ശംഖ്. ഡ്രസ്സിൻ്റെ ബാലൻസ് വരുന്ന പീസസ് ഉണ്ടാവുമല്ലോ, കളേഴ്സ് തുണികൾ, അതൊക്കെ കുറച്ചുണ്ടായിരുന്നു വീട്ടിൽ. അതൊക്കെ ഞാൻ ഡെക്കറേഷനായിട്ട് തന്നെ സൈഡിൽ വയ്ക്കാനൊക്കെ എടുത്തിട്ടുണ്ട്. ഈ കളേഴ്സൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോന് വേണ്ടിയിട്ട്. എൻ്റെ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ.